ടോപ്പ് ട്യൂഷൻ്റെ ഹിസ്റ്ററി ട്യൂട്ടോറിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ചാപ്റ്റർ 2 ലിബർട്ടി ഈക്വാലിറ്റി ഫ്രട്ടേണിറ്റിയിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ്. ക്വസ്റ്റ്യൻ: വാട്ട് വാസ് ദ ടെന്നീസ് കോർട്ട് ഓത്ത് ആൻഡ് വൈ ഈസ് ഇറ്റ് സിഗ്നിഫിക്കൻറ്റ്? എന്തായിരുന്നു ടെന്നീസ് കോർട്ട് ഓത്ത്, എന്തുകൊണ്ടാണ് അത് സിഗ്നിഫിക്കൻ്റ് ആണെന്ന് പറയുന്നത്? 1789 കിങ് ലൂയിസ് 16 എസ്റ്റേറ്റ് ജനറൽ വിളിക്കപ്പെട്ടു. പക്ഷേ വോട്ടിംഗ് മെത്തേഡിനെ കുറിച്ച് അവിടെ ഒരു പ്രോബ്ലം ഉണ്ടായി, അല്ലെങ്കിൽ തർക്കമുണ്ടായി. തേർഡ് എസ്റ്റേറ്റ് എല്ലാ എസ്റ്റേറ്റുകളും ചേർന്ന് വോട്ട് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു. പക്ഷേ കിങ്ങും മറ്റ് എസ്റ്റേറ്റുകളും അത് നിരസിച്ചു. അതുകൊണ്ട് തന്നെ തേർഡ് എസ്റ്റേറ്റിലുള്ള മെമ്പേഴ്സ് വന്നിട്ട് നാഷണൽ അസംബ്ലിയായി സ്വയം പ്രഖ്യാപിച്ചു. ജൂൺ 20 അവരുടെ മീറ്റിംഗ് ഹാള് ഫസ്റ്റ് എസ്റ്റേറ്റും അതുപോലെ തേർഡ് എസ്റ്റേറ്റുകാരും അടച്ചു. അതുകൊണ്ട് അവർ അടുത്തുള്ള ടെന്നീസ് കോർട്ടിൽ വെച്ചിട്ട് ഒരു മീറ്റിംഗ് നടത്തുകയും അവിടെ അവർ കൂടി ചേർന്നിട്ട് ഒരു പുതിയ കോൺസ്റ്റിറ്റ്യൂഷനുമായി കിങ്ങിനെ ചലഞ്ച് ചെയ്തു. ഇതിനെയാണ് ടെന്നീസ് കോർട്ട് ഓത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എങ്ങനെ എഴുതാൻ നോക്കാം. In 1789, King Louis XVI called the Estates General, but a fight started over the voting method. The third estate wanted all three estates to vote together, but the king and the other two estates refused. So the members of the third estate declared themselves the National Assembly of France. On June 20, they found their meeting hall locked, so they gathered in a nearby tennis court. There, they took an oath not to leave until they had written a constitution for France, directly challenging the king's power. Question: How did the ideas of French thinkers influence the revolution? എങ്ങനെയാണ് ഫ്രഞ്ച് തിങ്കേഴ്സിന്റെ ഐഡിയാസ് റെവല്യൂഷനെ ഇൻഫ്ലുവൻസ് ചെയ്തത്? ഫ്രഞ്ച് ഫിലോസഫേഴ്സും അതുപോലെ തിങ്കേഴ്സും ജനങ്ങളെ അവരുടെ അവകാശങ്ങൾക്കായി പോരാടാൻ പ്രചോദിപ്പിച്ചിരുന്നു. വോൾട്ടയർ, റൂസോ, മോണ്ടസ്ക്യൂ എന്നിവരുടെ അഭിപ്രായങ്ങൾ ജനങ്ങൾക്ക് വളരെയധികം ധൈര്യം നൽകിയിരുന്നു. റൂസോയുടെ പ്രസിദ്ധമായ അഭിപ്രായമാണ് മാൻ ഈസ് ബോൺ ഫ്രീ ബട്ട് എവരിവെയർ ഹീസ് ഇൻ ചെയിൻ. ഇത് തന്നെ ഉത്തമ ഒരു ഉദാഹരണമാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാം നോക്കാം. French philosophers and thinkers played a very important role in inspiring the people to fight for their rights. Voltaire was a famous writer who strongly criticized the power and corruption of the clergy. Jean-Jacques Rousseau wrote The Social Contract, where he argued that the king's power comes from the people. Rousseau famously said, "Man is born free, but everywhere he is in chains," which gave people courage. Montesquieu proposed that the government's power should be separated into legislative, executive, and judicial branches to protect freedom. Question: What was the significance of the fall of Bastille? ബാസ്റ്റിലിൻ്റെ ഫോളിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണ്? ഇപ്പോൾ ബാസ്റ്റിൽ പറയുന്നത് ഒരു റോയൽ ഫോർട്ടും പ്രിസണും ആണ്. അപ്പോൾ ഇത് വന്നിട്ട് നമ്മുടെ കിങ്ങിൻ്റെ പവറിൻ്റെ ഒരു സിമ്പിളായിട്ടാണ് അവർ കണ്ടിരുന്നത്. ഇപ്പോൾ ജൂലൈ 14, 1789 ബാസ്റ്റിലിൻ്റെ ഫോൾ ഉണ്ടായത്. ഫോൾ ഓഫ് ബാസ്റ്റിൽ വന്നിട്ട് ഫ്രഞ്ച് റെവല്യൂഷന് ഒരു ഒഫീഷ്യൽ സ്റ്റാർട്ട് തന്നെ നടത്തിയിരുന്നു. അതുപോലെ തന്നെ കിങ് വന്നിട്ട് കിങ്ങിൻ്റെ പോപ്പുലർ അഡ്വൈസറിനെ ഡിസ്മിസ് ചെയ്തതോടെ പാരീസിലുള്ള ജനങ്ങൾ കോപിതരാവുകയും അവർ വന്നിട്ട് ബാസ്റ്റിൽ പ്രിസൺ അറ്റാക്ക് ചെയ്തിട്ട് അവിടെയുള്ള വെപ്പൺസ് ഒക്കെ സീസ് ചെയ്യുകയും ചെയ്തു. ഇത് വന്നിട്ട് ജനങ്ങളുടെ ശക്തി അല്ലെങ്കിൽ അവരുടെ പവറാണ് തെളിയിച്ചിരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ബാസ്റ്റിലിൻ്റെ ഫോളിൻ്റെ സിഗ്നിഫിക്കൻസ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. ആൻസർ: The fall of the Bastille on July 14, 1789 is seen as the official start of the French Revolution. The Bastille was a royal fort and prison, and it was a symbol of king's despotic power. When the king dismissed his popular advisor, the angry people of Paris stormed the Bastille. They seized weapons and took control of the prison, showing that they were no longer afraid of the king. This event inspired revolutionary actions all over France and showed the power of the people. Question: Describe the role of women in the French Revolution. ഫ്രഞ്ച് റെവല്യൂഷനിൽ വിമൻ്റെ റോള് ഡിസ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ ഫ്രഞ്ച് റെവല്യൂഷനിൽ വിമൻസും വളരെ ആക്റ്റീവും അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോള് പ്ലേ ചെയ്തിരുന്നു. ഫുഡ് ഷോർട്ടേജും അതുപോലെ തന്നെ പല അഭിപ്രായങ്ങൾ കിങ് റെഫ്യൂസ് ചെയ്യപ്പെട്ടപ്പോൾ ഈ വുമൻസ് വന്നിട്ട് വെർസൈലസിലുള്ള പാലസിലോട്ട് അവർ മാർച്ച് ചെയ്യുകയുണ്ടായി.
ഈ മാർച്ച് പ്രധാനമായിട്ട് എന്തിനാന്ന് വെച്ചാൽ രാജാവ് അവരുടെ അഭിപ്രായങ്ങൾ അംഗീകരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. ആൻസർ: women played a very active and important role during the French Revolution. They were motivated by problems like food shortages and the king's refusal to accept reforms. In a famous event, thousands of women marched from Paris to the palace of Versailles with weapons. They confronted the king and forced the royal family to move back to Paris. Activists like Olympe de Gouges fought for women's rights and wrote the Declaration of Rights of Women. Question: what were the main ideas of the Declaration of the Rights of Man and of the Citizen? Declaration of the Rights of Man and of the Citizen വരുന്ന മെയിൻ ഐഡിയാസ് എന്തൊക്കെയാണ്? നാഷണൽ അസംബ്ലി 1789 ഇഷ്യൂ ചെയ്ത ഒരു ഡോക്യുമെന്റ് ആണ് ഡിക്ലറേഷൻ ഓഫ് ദി റൈറ്റ്സ് ഓഫ് മാൻ ആൻഡ് ഓഫ് ദ സിറ്റിസൺ എന്ന് പറയുന്നത്. ഇതിനകത്ത് വരുന്ന മെയിൻ ഐഡിയ എന്ന് പറയുന്നത് മെൻ ആർ ബോൺ ആൻഡ് റിമെയിൻ ഫ്രീ ആൻഡ് ഈക്വൽ റൈറ്റ്സ് എന്നാണ്. അതായത് ഗവൺമെന്റ് പർപ്പസ് എന്ന് പറയുന്നത് മാൻ്റെ നാച്ചുറൽ റൈറ്റ്സ് പ്രൊട്ടക്ട് ചെയ്യണം. അതായത് ലിബർട്ടി, പ്രോപ്പർട്ടി, അതുപോലെ സെക്യൂരിറ്റി ഒക്കെ പ്രൊട്ടക്ട് ചെയ്യലാണ് ഗവൺമെന്റ് പർപ്പസ് എന്നത്. ഇതിനകത്ത് വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട്. പവർ ടു റൂൾ എന്ന് പറയുന്നത് നാഷന് ബിലോങ് ചെയ്തതാണ്, അല്ലാതെ ഒരു സിംഗിൾ കിങ്ങിന് ബിലോങ് ചെയ്തതല്ലാണ്. അപ്പോൾ ഇതിന്റെ ആൻസർ നമുക്ക് ഒന്നും കൂടി വിശദീകരിച്ച് എഴുതാൻ നോക്കാം. This declaration was a very important document issued by the National Assembly in 1789. Its main idea was that men are born and remain free and equal in rights. It said that the purpose of government is to protect the natural rights of man, which are liberty, property, security, and resistance to oppression. It also stated that the power to rule belongs to the nation, not to a single king. Liberty was defined as the freedom to do anything that does not harm others. ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ക്വസ്റ്റ്യൻ: വാട്ട് വാസ് ദ റീൻ ഓഫ് ടെറർ? റീൻ ഓഫ് ടെറർ പറഞ്ഞാൽ എന്താണ്? 1792 ഫ്രാൻസ് റിപ്പബ്ലിക് ആയതിനു ശേഷമുണ്ടായ ഒരു വയലന്റ് പീരീഡാണ് റീൻ ഓഫ് ടെറർ. ആ ഒരു പീരീഡിൽ ഗവൺമെന്റ് കൺട്രോൾ ചെയ്തത് റോബസ്പിയറിന്റെ നേതൃത്വത്തിലുള്ള ജാക്കോബിൻസ് പറഞ്ഞ ഒരു റാഡിക്കൽ ഗ്രൂപ്പായിരുന്നു. ഈ ഒരു കമ്മിറ്റി വന്നിട്ട് തൗസൻഡ്സ് ഓഫ് പീപ്പിൾസിനെ ട്രൈറ്റേഴ്സ് ആയിട്ട് മുദ്രകുത്തി. അതിനകത്ത് നോബിൾസും പ്രീസ്റ്റൊക്കെ പെടുന്നുണ്ട്. മുദ്രകുത്തിയതിനു ശേഷം അവരെ അറസ്റ്റ് ചെയ്യുകയും അവരുടെ ഗില്ലോട്ടീൻ പറഞ്ഞ മെഷീൻ യൂസ് ചെയ്തിട്ട് എക്സിക്യൂട്ട് ചെയ്യുക അല്ലെങ്കിൽ കൊലപാതകപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഇത് വന്നിട്ട് ഫ്രാൻസ് മുഴുവൻ ഫിയറും അതുപോലെ വയലൻസും സ്പ്രെഡ് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ ആൻസർ എങ്ങനെ എഴുതാൻ നോക്കാം. The Reign of Terror was a very violent period after France became a republic in 1792. The government was controlled by a radical group called the Jacobins, led by Maximilien Robespierre. A committee of public safety was created to deal with the enemies of the revolution. This committee started a brutal campaign labeling thousands of people as traitors, including nobles and priests. These people were arrested and executed using a machine called guillotine, leading to the widespread fear and violence. Question: who was Napoleon Bonaparte and how did he rise to power? നെപ്പോളിയൻ ബോണപ്പാർട്ട് പറഞ്ഞാൽ ആരാണ്? അദ്ദേഹം എങ്ങനെയാണ് പവറിൽ വന്നത്? നെപ്പോളിയൻ ബോണപ്പാർട്ട് പറയുന്നത് ഫ്രഞ്ച് ആർമിയിലുള്ള സ്കിൽഡും അതുപോലെ അംബീഷ്യസ് ആയിട്ടുള്ള ഒരു ജനറൽ ആയിരുന്നു. ഡയറക്ടറി പറഞ്ഞ ഗവൺമെന്റ് വീക്കും കറപ്റ്റഡ് ആണെന്ന് ജനങ്ങൾക്ക് മനസ്സിലായതോടെ അവർക്ക് ആ ഒരു ഗവൺമെന്റിലുള്ള ഫെയ്ത്ത് നഷ്ടമായി. ഈ ഒരു ഓപ്പർച്യൂണിറ്റി നെപ്പോളിയൻ മുതലെടുക്കുകയാണ് ചെയ്തത്. അദ്ദേഹം 1799 ഈ ഒരു ഡയറക്ടറിനെ ഓവർത്രൂ ചെയ്തിട്ട് അദ്ദേഹം ആ ഗവൺമെന്റ് ഏറ്റെടുത്തു. എന്നിട്ട് സ്വയം അദ്ദേഹം ഫ്രാൻസിലുള്ള എംപററായിട്ട് ഡിക്ലെയർ ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഇതിൻ്റെ ആൻസർ എങ്ങനെ എഴുതാൻ നോക്കാം. Napoleon Bonaparte was a skilled and ambitious general in the French army. He became famous during the later part of the revolution when the government called the Directory was weak and corrupt. The people had lost faith in the government and Napoleon saw this as an opportunity. In 1799, he overthrew the Directory in a military coup. He first became the first consul and later declared himself the Emperor of France, starting a new era. Question: explain the major administrative reforms implemented by Napoleon Bonaparte.
നെപ്പോളിയൻ ബോണപ്പാർട്ട് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസിനെ കുറിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക. ഇപ്പം നെപ്പോളിയൻ ബോണപ്പാർട്ട് മോഡേൺ ഫ്രാൻസ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പല റിഫോംസുകളും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ ഫേമസ് ആയിട്ട് പറയുന്നത് നെപ്പോളിയോണിക് കോഡാണ്. ഇതിനകത്ത് ഓൾഡ് ലോസ് ഒക്കെ അബോളിഷ് ചെയ്തിട്ട് എല്ലാവർക്കും ലീഗൽ ഈക്വാലിറ്റി ആണ് നൽകുന്നത്. എഡ്യൂക്കേഷനിൽ എടുക്കുകയാണെങ്കിൽ ഗവൺമെന്റ് സ്കൂൾസും അതുപോലെ തന്നെ നാഷണൽ യൂണിവേഴ്സിറ്റി സിസ്റ്റമൊക്കെ അദ്ദേഹം കൊണ്ടുവന്നു. അതുപോലെ തന്നെ ബാങ്ക് ഓഫ് ഫ്രാൻസ് ക്രിയേറ്റ് ചെയ്യുകയും സിംഗിൾ കറൻസി സിസ്റ്റം ഇദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. ആൻസർ: Napoleon introduced many important reforms that helped build modern France. His most famous reform was the Napoleonic Code, which abolished old laws and gave everyone legal equality. In education, he started government-run schools called lycée and a national university system. For the economy, he created the Bank of France and introduced a single currency system to make finance stable. He also made an agreement with the Pope to restore the freedom of the Catholic Church. Question: What was the continental system? Continental system പറഞ്ഞാൽ എന്തായിരുന്നു? നെപ്പോളിയന്റെ ബിഗ്ഗസ്റ്റ് എനിമി ആയിട്ടുള്ള ഗ്രേറ്റ് ബ്രിട്ടനെ ഡിഫീറ്റ് ചെയ്യാൻ വേണ്ടി ക്രിയേറ്റ് ചെയ്ത ഒരു എക്കോണമിക് സ്ട്രാറ്റജിയാണ് കോണ്ടിനെന്റൽ സിസ്റ്റം. നെപ്പോളിയനെ അറിയാം ബ്രിട്ടൻസിന് ഡയറക്റ്റ് വാറിലൂടെ ഡിഫീറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന്. സോ അദ്ദേഹം ബ്രിട്ടൻ എക്കോണമി അറ്റാക്ക് ചെയ്യാനാണ് തീരുമാനിച്ചിരുന്നത്. ബ്രിട്ടനുമായിട്ട് ട്രേഡ് ചെയ്യുന്നതിൽ അദ്ദേഹത്തിന്റെ അണ്ടറിലുള്ള എല്ലാ കൺട്രീസും അതുപോലെ തന്നെ ഫ്രാൻസുമായി അലൈൻഡ് ആയിട്ടുള്ള എല്ലാ കൺട്രീസിനെയും ബാൻ ചെയ്തു. ഇതിന്റെ മെയിൻ ഗോൾ എന്താണെന്ന് വെച്ചാൽ ബ്രിട്ടീഷുകാരുടെ ഗുഡ്സ് യൂറോപ്പിൽ എൻ്റർ ചെയ്യാതിരിക്കാൻ വേണ്ടിയായിരുന്നു. അങ്ങനെ അവരുടെ എക്കോണമി റൂയിൻ ചെയ്യുക എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം. പക്ഷേ ഈ ഒരു പ്ലാന് ഫുള്ളി സക്സസ്ഫുൾ ആയില്ല. അപ്പോൾ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. ആൻസർ: The continental system was an economic strategy created by Napoleon to defeat his biggest enemy, Great Britain. He knew he could not defeat Britain's strong navy in a direct war, so he decided to attack Britain's economy, which relied on trade. He banned all countries under his control or allied with France from trading with Britain. His goal was to stop British goods from entering Europe and ruining its economy, but this plan was not fully successful. Question: What was the Congress of Vienna and what were its major decisions? Congress of Vienna പറഞ്ഞാൽ എന്തായിരുന്നു, അതിന്റെ മേജർ ഡിസിഷൻസ് എന്തൊക്കെയായിരുന്നു? നെപ്പോളിയൻസിന്റെ ഫൈനൽ ഡിഫീറ്റിന് ശേഷം 1815 യൂറോപ്യൻ ലീഡേഴ്സിന്റെ ഒരു മീറ്റിംഗ് ആയിരുന്നു കോൺഗ്രസ് ഓഫ് വിയറ്റ്നാം എന്ന് പറയുന്നത്. ഇത് ലീഡ് ചെയ്തത് ഓസ്ട്രിയൻ ചാൻസലറായ മീറ്റർനിച്ച് ആയിരുന്നു. ഇതിന്റെ മെയിൻ എയിം എന്ന് പറയുന്നത് യൂറോപ്പിൽ സ്റ്റെബിലിറ്റി തിരിച്ചു കൊണ്ടുവരിക എന്നതായിരുന്നു. ഇതിനകത്തെടുത്ത മെയിൻ ഡിസിഷൻ എന്ന് പറയുന്നത് ഓൾഡ് മൊണാർക്കീസ് റീസ്റ്റോർ ചെയ്യുക എന്നായിരുന്നു. അപ്പോൾ ഇതിന്റെ ആൻസർ നമുക്കൊന്നും കൂടി ഇങ്ങനെ വിശദീകരിച്ച് എഴുതാൻ നോക്കാം. The Congress of Vienna was a meeting of European leaders in 1815 after Napoleon's final defeat. It was led by Austrian Chancellor Metternich and its main aim was to bring stability back to Europe. One of its main decisions was to restore the old monarchies that existed before the revolution, including in France. It also recognized Britain's power over the seas and Russia's power in Eastern Europe. This meeting ended the period of French dominance in Europe. ഹൈസ്കൂളിൽ അക്കാഡമിക് എക്സലൻസിന് തയ്യാറാവുന്ന സ്റ്റുഡൻസിന് ഒരു സന്തോഷ വാർത്ത. ടോപ്പ് ട്യൂഷന്റെ എക്സ്പീരിയൻസ് ടീച്ചേഴ്സ് നിങ്ങൾക്ക് എക്സെപ്ഷണൽ അക്കാഡമിക് കോച്ചിങ് നൽകുന്നു. റെഗുലർ ക്ലാസ്സസിന് പുറമെയുള്ള ടോപ്പ് ട്യൂഷന്റെ വീഡിയോ നോട്ട്സും റെഗുലർ ടെസ്റ്റുകളും നിങ്ങളുടെ അക്കാഡമിക് പെർഫോമൻസ് ബൂസ്റ്റ് ചെയ്യുന്നു. ഞങ്ങളുടെ സ്മോൾ ബാച്ച് സൈസ് സ്റ്റുഡൻസിന് ഇൻഡിവിജ്വൽ അറ്റൻഷൻ എൻഷുർ ചെയ്യുന്നു. ടോപ്പ് ട്യൂഷന്റെ എക്സാം റിവിഷനിലൂടെയും എക്സാം പ്രിപ്പറേഷനിലൂടെയും ഉയർന്ന മാർക്കുകൾ സ്കോർ ചെയ്യാം. ഞങ്ങളുടെ ഫേസ് ടു ഫേസ് ക്ലാസ് ജോയിൻ ചെയ്യുവാൻ ഇന്ന് തന്നെ വിളിക്കുക 800-606-6363. Question: What were the long-term consequences of the French Revolution? ഫ്രഞ്ച് റെവല്യൂഷന്റെ ലോങ് ടേം കോൺസിക്വൻസസ് എന്തൊക്കെയായിരുന്നു? ഫ്രഞ്ച് റെവല്യൂഷൻ വന്നിട്ട് ഫ്രാൻസിലും അതുപോലെ തന്നെ എൻറ്റയർ വേൾഡിലും ഒരു ഡീപ്പ് ഇമ്പാക്റ്റ് തന്നെ നൽകിയിട്ടുണ്ട്. അതായത് ഈ ഫ്രഞ്ച് റെവല്യൂഷൻ വന്നിട്ട് ഫ്യൂഡൽ സിസ്റ്റം എൻഡ് ചെയ്തു. അതോടൊപ്പം തന്നെ ഫ്രാൻസിലുള്ള ഓൾഡ് ലോസ്, അതുപോലെ ചർച്ചിന് കൊടുക്കുന്ന ടാക്സ്, അതുപോലെ നോബിൾസിന്റെ കുറേ റൈറ്റ്സ് ഒക്കെ എൻഡ് ചെയ്യുകയാണ് ചെയ്തത്.
ഫ്രഞ്ച് റെവല്യൂഷൻ വന്നിട്ട് ഒരു മെട്രിക് സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും അതുപോലെ തന്നെ മോഡേൺ ഐഡിയ ഓഫ് നാഷണലിസം കൊണ്ടുവരികയും ചെയ്തു. അതായത് നേഷൻ പറയുന്നത് അതിലുള്ള പീപ്പിൾ ആണ്, അല്ലാതെ അതിനകത്തുള്ള രാജാവല്ല എന്ന് ആ ഒരു ഐഡിയ ആണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫ്രഞ്ച് റെവല്യൂഷനിൽ വന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് ഒന്നുകൂടി ഇനി വിശദീകരിച്ച് എഴുതാൻ നോക്കാം. The French Revolution had a deep and lasting impact on France and the entire world. It ended the feudal system and the old laws in France, and the lands of the church and nobles were taken away. It introduced the metric system, a single system of weights and measures. Most importantly, it gave birth to the modern idea of nationalism, where a nation is its people, not its king. Its ideas of liberty, equality, and fraternity inspired many freedom struggles in Asia and Africa later on. Question: what were the main reasons for the unpopularity of the Bourbon rulers in France? ഫ്രാൻസിലുള്ള ബോർബോൺ റൂളേഴ്സിന്റെ അൺപോപ്പുലാരിറ്റിക്കുള്ള കാരണങ്ങൾ എന്തൊക്കെയായിരുന്നു? ഫ്രാൻസിലുള്ള ബോർബോൺ റൂളേഴ്സിന്റെ അൺപോപ്പുലാരിറ്റിക്ക് കുറേ റീസൺസ് ഉണ്ട്. അതിൽ ചിലതാണ്. ലൂയിസ് 14 വന്നിട്ട് അദ്ദേഹം ആണ് സ്റ്റേറ്റ് എന്ന നിലയ്ക്കായിരുന്നു രാജ്യം ഭരിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ സക്സസറായ ലൂയിസ് 15 വന്നിട്ട് ധാരാളം മണി വേസ്റ്റ് ചെയ്തിട്ട് ഒരു ലക്ഷറിയസ് ലൈഫാണ് അദ്ദേഹം ലീവ് ചെയ്തിരുന്നത്. അദ്ദേഹം പിന്നെ കുറേ വാസുകളൊക്കെ ഉണ്ടാക്കിയിട്ട് ജനങ്ങളെ പാവപ്പെട്ടവരാക്കി കൊണ്ടുവരികയാണ് ചെയ്തത്. പിന്നെ വന്നത് ലൂയിസ് 16 ആണ്. അദ്ദേഹം വന്നിട്ട് രാജ്യത്തിൻ്റെ പ്രോബ്ലംസിലൊന്നും അത്രയ്ക്ക് അറ്റൻഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ ക്യൂണ് വന്നിട്ട് ഗവൺമെൻറ്റിൽ ഇൻ്റർഫിയർ ചെയ്യുകയും ധാരാളം മണി സ്പെൻഡ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്കിങ്ങനെ എഴുതാൻ നോക്കാം. The Bourbon kings who ruled France were despotic and believed they had a divine right to rule. Louis XIV showed his absolute power by declaring, "I am the state." His successor, Louis XV, wasted money, lived a life of luxury, and fought many wars, making the people poor. Louis XVI, who came next, paid little attention to the country's problem. His queen, Marie Antoinette, interfered in government and spent a lot of money, which made the people very angry. Question: what was the tithe in the 18th century France? 18th century ഫ്രാൻസിൽ ടൈത്ത് പറഞ്ഞാൽ എന്തായിരുന്നു? ഇപ്പോൾ 18th century ഫ്രാൻസിൽ കത്തോലിക് ചർച്ച് കളക്ട് ചെയ്ത ടാക്സിനെയാണ് ടൈത്ത് എന്ന് പറയുന്നത്. ഈ കത്തോലിക് ചർച്ച് പറയുന്നത് ഫസ്റ്റ് എസ്റ്റേറ്റുകളുടെ ഒരു പാർട്ടാണ്. അപ്പോൾ ഈ ചർച്ചൊക്കെ വളരെ വെൽത്തിയും അതുപോലെ കുറേ ലാൻഡൊക്കെ ഓൺ ചെയ്തിട്ടുള്ളതാണ്. എന്നാലും അവർ കിങ്സിന് ടാക്സ് ഒന്നും കൊടുത്തിരുന്നില്ല. പകരം അവരുടെ കോമൺ പെസൻസ് അല്ലെങ്കിൽ തേർഡ് എസ്റ്റേറ്റിലുള്ള സാധാരണക്കാരനിൽ നിന്നും ടൈറ്റ് പറഞ്ഞ ഒരു ടാക്സ് വാങ്ങിയിട്ടായിരുന്നു ഇവർ ടാക്സ് അടച്ചിരുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. The tithe was a tax collected by the Catholic Church in 18th century France. The church was part of the first estate, was very wealthy and owned a lot of land. Even though it was so rich, the church did not pay any taxes to the king. Instead, it forced the common peasants of the third estate to pay the tithe. This tax was 1/10 of their total farm produce and was a heavy burden on the poor farmers. Question: what were the different types of taxes the nobles collected from the common people? കോമൺ പീപ്പിളിൽ നിന്നും നോബിൾസ് കളക്ട് ചെയ്ത ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടാക്സസുകൾ ഏതൊക്കെയാണ്? ഇപ്പോൾ സെക്കൻഡ് എസ്റ്റേറ്റിലുള്ള നോബിൾസ് ആണ് കോമൺ പീപ്പിളിൽ നിന്ന് ഡിഫറെൻറ്റ് ടാക്സസ് കളക്ട് ചെയ്യുന്നത്. അതിൽ ചില ടാക്സുകളാണ് കോർവേ, ബനാലൈറ്റ്, പീച്ച് എന്നിവയൊക്കെ. അപ്പോൾ ഈ ടാക്സ് ഒക്കെ തേർഡ് എസ്റ്റേറ്റിലുള്ള കോമൺ പീപ്പിളിന് ഒരു ഹ്യൂജ് ഫിനാൻഷ്യൽ സ്ട്രെയിൻ ആണ് കൊടുത്തിരുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ വിശദീകരിച്ച് എഴുതാൻ നോക്കാം. The nobles of the second estate collected many different taxes from the common people. One tax was the corvée, which forced people to work for free for a few days every year. Banalet was a tax for using the lord's mill to make bread or his press to make wine. Page was a toll collected for using bridges and roads that were on the noble's land. These and other taxes placed a huge financial strain on the people of the third estate. Question: what was the significance of clothing during the French Revolution?
ഫ്രഞ്ച് റവല്യൂഷൻ സമയത്ത് ക്ലോത്തിങ്ങിന്റെ സിഗ്നിഫിക്കൻസ് എന്തൊക്കെയായിരുന്നു? ഫ്രഞ്ച് റവല്യൂഷൻ സമയത്ത് ക്ലോത്തിങ് വന്നിട്ട് ഒരു പവർഫുൾ പ്രൊട്ടസ്റ്റ് സിമ്പിൾ ആയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അതായത് ഫ്രഞ്ച് നോബിൾസ് വന്നിട്ട് ബ്രീച്ചസ് എന്ന് പറയുന്ന നീ ലെങ്ത് പാൻസ് ആണ് വെയർ ചെയ്തിരുന്നത്. അപ്പൊ ഈ നോബിൾസിന്റെ എഗെയിൻസ്റ്റ് ആയിട്ട് പ്രൊട്ടസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വർക്കേഴ്സും പെസൻസും ഒക്കെ പാൻഡലൂൺസ് പറയുന്ന ലോങ് ട്രൗസേഴ്സ് ധരിക്കാൻ തുടങ്ങി. ഈ റവല്യൂഷണറീസ് ആണ് പിന്നീട് സാൻസ് കുലോട്ട്സ് പറഞ്ഞ പേരിൽ അറിയപ്പെട്ടത്. അതായത് വിത്തൗട്ട് ബ്രീച്ചസ് എന്നാണ് അതിന്റെ അർത്ഥം. പിന്നെ വരുന്നത് റെഡ് ഫ്രൈജിൻ ക്യാപ്പുകളാണ്. അതായത് വർക്കേഴ്സ് വന്നിട്ട് അവര് സ്ലേവറിയിൽ നിന്നും ഫ്രീ ആണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ക്യാപ്പ് ധരിച്ചിരുന്നത്. ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. During the French Revolution, clothing became a powerful symbol of protest. The French nobles used to wear knee-length pants called breeches. To protest against the nobles, workers and peasants started wearing long trousers called pantaloons. These revolutionaries became known as sans-culottes, which means without breeches. Another symbol was the red Phrygian cap worn by workers to show they were free from slavery. Question: Who were the Jacobins and the Girondists? ജാക്കോബിൻസും ഗിറോണ്ടിസ്റ്റും ആരൊക്കെയായിരുന്നു? ജാക്കോബിൻസും ഗിറോണ്ടിസ്റ്റും ഫ്രഞ്ച് റവല്യൂഷൻ സമയത്തുണ്ടായ രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പൊളിറ്റിക്കൽ ഗ്രൂപ്പ്സുകളാണ്. ജാക്കോബിൻസ് വന്നിട്ട് റോബസ്ഫിയറിന്റെ നേതൃത്വത്തിലുണ്ടായ ഒരു റാഡിക്കൽ ഗ്രൂപ്പാണ്. റീൻ ഓഫ് ടെററിന്റെ ബിഹൈൻഡിൽ വർക്ക് ചെയ്ത മെയിൻ ഫോഴ്സ് ആണ് ഈ ജാക്കോബിൻസ് എന്ന് പറയുന്നത്. ഗിറോണ്ടിസ്റ്റ് പറയുന്നത് ഒരു മോഡറേറ്റ് ആയിട്ടുള്ള പൊളിറ്റിക്കൽ ഗ്രൂപ്പാണ്. അവർ കൂടുതൽ ഇൻട്രസ്റ്റ് കാണിച്ചത് അപ്പർ മിഡിൽ ക്ലാസ്സിനോടാണ്. അപ്പോൾ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. The Jacobins and the Girondists were two important political groups during the revolution. The Jacobins were a radical group led by figures like Robespierre. They were very influential and were the main force behind the violent Reign of Terror. The Girondists were a most moderate political group. They represented the interest of the upper middle class and wanted a less extreme approach to the revolution. ഇതുപോലുള്ള വീഡിയോകൾക്കായി ടോപ്പ് ട്യൂഷന്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ക്വസ്റ്റ്യൻ: വാട്ട് വാസ് ദ ഗബൽ ടാക്സ്? ഗബൽ ടാക്സ് പറഞ്ഞാൽ എന്തായിരുന്നു? ഇപ്പൊ ഗബൽ പറയുന്നത് സോൾട്ടിൽ മേലുള്ള ഒരു അൺപോപ്പുലർ ആയിട്ടുള്ള ടാക്സ് ആണ്. ഇത് ഫ്രാൻസിലാണ് ഉണ്ടായിരുന്നത്. ഇപ്പൊ സോൾട്ട് പറയുന്നത് എല്ലാവർക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം ആണ്. അത് ഫുഡ് പ്രിസർവ് ചെയ്യാനും പിന്നെ മറ്റ് ഡെയിലി ലൈഫിനൊക്കെ ഇത് വളരെ അത്യാവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ടാക്സ് വളരെ ഹൈ ആയിരുന്നു. അപ്പൊ എല്ലാവർക്കും ഇത് അത്യാവശ്യമുള്ള സാധനം ആയതുകൊണ്ട് ഇവരെല്ലാവരും സോൾട്ട് വാങ്ങിക്കും. പക്ഷെ അതിന്റെ ടാക്സ് പറയുന്നത് വളരെ ഹൈയും ആയിരുന്നു. അതുപോലെ ഇത് കളക്ട് ചെയ്തത് പ്രൈവറ്റ് ടാക്സ് കളക്ടേഴ്സ് ആണ്. അപ്പോൾ ജനങ്ങൾക്ക് രാജാവിനോടും അതുപോലെ അവന്റെ ഗവൺമെന്റിനോടും ഏറ്റവും കൂടുതൽ ദേഷ്യം വരാൻ കാരണം ഈ ഒരു ടാക്സ് ആണ്. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. The gabelle was a very unpopular tax on salt in France. Salt was a very important item for everyone, used for preserving food and in daily life. This meant that almost everyone had to buy salt and pay this tax. The tax was very high and was collected by private tax collectors who were often corrupt. This tax was a major reason for the people's anger towards the king and his government. Question: What was the assignat? Assignat പറഞ്ഞാൽ എന്താണ്? അസിഗ്നത്ത് പറയുന്നത് 1789 റവല്യൂഷണറി ഗവൺമെന്റ് ഇഷ്യൂ ചെയ്ത പേപ്പർ മണിയാണ്. ഇത് ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്തത് ഗവൺമെന്റിന്റെ കടങ്ങളുടെ പ്രശ്നങ്ങൾ തീർക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിരുന്നു. പിന്നീട് ഗവൺമെന്റ് ഇത് ഒത്തിരി പ്രിന്റ് ചെയ്യാൻ തുടങ്ങിയതോടുകൂടി അതിന്റെ വാല്യൂ കുറഞ്ഞു വന്നു. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. The assignat was a type of paper money issued by the revolutionary government in 1789. It was first created to help solve the government's huge debt problem. The value of the assignat was backed by the land that was taken from the church. However, the government started printing too much of this money to pay for its expenses. This caused the value of the assignat to fall very fast, leading to massive inflation. Question: Explain the revolutionary calendar. Revolutionary calendar നെ കുറിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക. റെവല്യൂഷണറി കലണ്ടർ വന്നിട്ട് ഓൾഡ് ഗ്രിഗോറിയൻ കലണ്ടറിനെ റീപ്ലേസ് ചെയ്തിട്ട് 1793 ക്രിയേറ്റ് ചെയ്തതാണ്. അതും ഫ്രാൻസിൽ.
അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ഡേ പറയുന്നത് സെപ്റ്റംബർ 22, 1792 ആണ്. അതായത് ഫ്രാൻസ് റിപ്പബ്ലിക് ആയ ദിവസമാണിത്. ഇവിടുന്ന് മുതലാണ് ഈ കലണ്ടർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ കലണ്ടർ വന്നിട്ട് ഒരു 12 ഇയേഴ്സോളം യൂസ് ചെയ്തു. അതായത് നെപ്പോളിയൻ പിന്നീട് ഈ ഒരു കലണ്ടർ അബോളിഷ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എങ്ങനെ എഴുതാൻ നോക്കാം. The revolutionary calendar was created in France in 1793 to replace the old Gregorian calendar. It was made to show a complete break from the past, which was dominated by religion. The calendar's first day was September 22nd, 1792, the day France was declared a republic. It had months named after seasons, and a week was replaced by a decade of 10 days. This calendar was used for about 12 years before Napoleon abolished it. Question: What was Concordat? Concordat പറഞ്ഞാൽ എന്താണ്? Concordat പറയുന്നത് ഒരു എഗ്രിമെന്റ് ആണ്. അതായത് നെപ്പോളിയൻ ബോണപ്പാർട്ടും പോപ്പും തമ്മിൽ 1801 സൈൻ ചെയ്ത ഒരു എഗ്രിമെന്റ് ആണിത്. അപ്പോൾ ഇതിനകത്ത് നെപ്പോളിയൻ വന്നിട്ട് കത്തോലിക് പീപ്പിളോ അല്ലെങ്കിൽ കത്തോലിക് ചർച്ചുമായിട്ട് ഒരു പീസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു എഗ്രിമെന്റ് എഴുതിയത്. അപ്പോൾ ഈ കോൺകോർഡാറ്റ് എഗ്രിമെന്റ് വന്നിട്ട് മെജോറിറ്റിക്കാരുടെ റിലീജിയനായിട്ട് കത്തോലിസം റെക്കഗ്നൈസ് ചെയ്യുകയും അതുപോലെ ചർച്ചിന്റെ ഫ്രീഡം റീസ്റ്റോർ ചെയ്യുകയും ചെയ്തു. റിട്ടേൺ ആയിട്ട് പോപ്പ് വന്നിട്ട് ചർച്ച് ലാൻഡ്സ് ഒക്കെ സെയിൽ ചെയ്യാനും അതുപോലെ ഫ്രഞ്ച് റിപ്പബ്ലിക് ആയിട്ട് ആക്സെപ്റ്റ് ചെയ്യാനും എഗ്രി ചെയ്തു. അപ്പോൾ ഇതിന്റെ ആൻസർ നമുക്ക് ഇങ്ങനെ എഴുതാൻ നോക്കാം. The Concordat was an agreement signed in 1801 between Napoleon Bonaparte and the Pope. During the Revolution, the Catholic Church was suppressed and its land was taken away. Napoleon wanted to make peace with the large Catholic population of France. The Concordat recognized Catholicism as the religion of the majority and restored the church freedom. In return, the Pope accepted the French Republic and the sale of church lands. Question: Who was Tipu Sultan and what was his connection to the French Revolution? ടിപ്പു സുൽത്താൻ ആരായിരുന്നു? അദ്ദേഹത്തിന് ഫ്രഞ്ച് റെവല്യൂഷനുമായിട്ട് എന്തായിരുന്നു കണക്ഷൻ? അപ്പോൾ ടിപ്പു സുൽത്താൻ പറയുന്നത് സൗത്ത് ഇന്ത്യയിലുള്ള മൈസൂർ കിങ്ഡത്തിന്റെ റൂളറായിരുന്നു. അദ്ദേഹം ബ്രിട്ടീഷുകാരുടെ ഒരു സ്ട്രോങ് എനിമിയാണ്. ഫ്രഞ്ച് റെവല്യൂഷനിൽ നിന്നുള്ള ഐഡിയാസ് ഓഫ് ലിബർട്ടിയും ഈക്വാലിറ്റിയും അദ്ദേഹത്തിന് ഒരുപാട് ഇൻസ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ സപ്പോർട്ട് ഷോ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ ക്യാപിറ്റലായ ശ്രീരംഗപട്ടണത്തിൽ ട്രീ ഓഫ് ലിബർട്ടി പ്ലാൻ ചെയ്തു. അതോടൊപ്പം തന്നെ അദ്ദേഹം ജാക്കോബിൻ ക്ലബിൽ ജോയിൻ ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഇതിന്റെ ആൻസർ എങ്ങനെ എഴുതാൻ നോക്കാം. ടിപ്പു സുൽത്താൻ വാസ് ദ റൂളർ ഓഫ് ദ കിങ്ഡം ഓഫ് മൈസൂർ ഇൻ സൗത്ത് ഇന്ത്യ. He was a strong enemy of the British who were trying to expand their power in India. Tipu was inspired by the ideas of liberty and equality from the French Revolution. He saw the French as a possible ally against the British. To show his support, he planted a tree of liberty in his capital, Srirangapatnam, and joined a Jacobin club. Question: Why was the Estates General not summoned for 175 years before 1789? 1789 മുമ്പ് എന്തുകൊണ്ടാണ് 175 ഇയേഴ്സോളം എസ്റ്റേറ്റ് ജനറലിൽ കൂടിക്കാഴ്ച നടത്താതിരുന്നത്? ഇപ്പം എസ്റ്റേറ്റ് ജനറൽസ് പറയുന്നത് ഫ്രാൻസിലുള്ള പാർലമെന്റ് ആണ്. പക്ഷെ അവിടെ കിങ് ആണ് എല്ലാ പവറും ഹോൾഡ് ചെയ്യുന്നത്. ബോർബോൺ കിങ്സിന് അവരുടെ പവേഴ്സ് മറ്റാരുമായിട്ട് ഷെയർ ചെയ്യാൻ ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് എസ്റ്റേറ്റ് ജനറലിലുള്ള റെപ്രസെൻറ്റേറ്റീവ്സിനെ അവർക്ക് കോൾ ചെയ്യാൻ താല്പര്യമില്ലാണ്ടിരുന്നത്. പക്ഷെ 1789 ഫ്രാൻസിൽ ഒരു ഫിനാൻഷ്യൽ ക്രൈസിസ് വന്നതോടുകൂടി ലൂയിസ് 16 എസ്റ്റേറ്റ് ജനറൽ സമ്മൺ ചെയ്യുകയാണ് ചെയ്തിരുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. The Estates General was the Parliament of France, but the kings held all the real power. The Bourbon kings ruled as absolute monarchs and did not want to share their power. They believed they did not need to consult any representative body like the Parliament. Calling the Estates General could lead to demands for reforms and limits on the king's authority. So they avoided calling it until Louis XVI was forced to do so in 1789 because of a severe financial crisis. പാലക്കാട് നിവാസികളെ, ഞങ്ങളുടെ ക്ലാസ് റൂം ട്യൂഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.